ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നമ്മളിന്ന് ചപ്പാത്തിക്കും പൂരിയുടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കോവയ്ക്ക ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം കേട്ടോ. ഈ ഒരു കറി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കോവയ്ക്ക നമ്മൾ മെഴുക്കുവരട്ടിയൊന്നും ഉണ്ടാക്കാൻ നോക്കുകയില്ല. ഈ ഒരു കറി മാത്രമേ വയ്ക്കൂ, അത്ര ടേസ്റ്റാണ്. ഞാനൊരു 15 കോവയ്ക്ക നന്നായിട്ട് കഴുകി അതിൻ്റെ 2 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതേപോലെ 4ആയിട്ട് മുറിക്കുക. മുറിച്ച് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും താഴെ വരെ ഇതേപോലെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതേപോലെ ആക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ആ 15 കോവയ്ക്ക് ഞാൻ ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ കോവയ്ക്ക ഇട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ ആ സ്കിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്കത് മാറ്റാം. അതുവരെ ആ എണ്ണയിലിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കോവയ്ക്ക് നമ്മൾ ഫുൾ ഇങ്ങനെ വിട്ട് വരണ്ട, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ടൊന്ന് ചുക്കി ചുളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതങ്ങ് കോരിയെടുക്കാം. ഇതേപോലെ എല്ലാം ഇങ്ങനെ മാറ്റിയെടുക്കാം. ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അതൊരു സൈഡിലിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്കൊരു 2 ബേ ലീഫ്, ഒരു ചെറിയ 2-3 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ ഒരു 2 മീഡിയം സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വഴറ്റുക. നമുക്ക് ഒന്ന് കളർ ചേഞ്ച് ആവുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിൻ്റെ പച്ചമണം, മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചെറിയ തീയിലിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 തക്കാളിപ്പഴം, ഒരു മീഡിയം സൈസ് തക്കാളിപ്പഴം ഞാൻ പ്യൂരി ആക്കിയിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ തക്കാളിയും മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറണം, അതുവരെ ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. ഈ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ആ സമയം നമുക്കൊരു 1/4 കപ്പ് കപ്പലണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള കപ്പലണ്ടിയാണ്. അതൊന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് തിളച്ച് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ ഈ കപ്പലണ്ടി പൊടിച്ചത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് മിസ്സാക്കരുത് കേട്ടോ. ഈ കപ്പലണ്ടി പൊടിച്ചതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു റിച്ച് ലുക്ക് വരുന്നത്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി കറി വേറെ ലെവലാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം, ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയ ചെറിയ ബബിൾസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. ഇപ്പോഴൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറി നട്ട് എണ്ണയൊക്കെ സൈഡെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്താൽ മതി. സ്വാദിഷ്ടമായ കറി ഇവിടെ റെഡി ആയിരിക്കും. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മല്ലിയിലയും കൂടി ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക. കസൂരി മേത്തി ഞാൻ കയ്യിലിങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തി ഒരു 1/2 ടീസ്പൂണോളം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റിൽ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ മധുരവും പുളിയും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നല്ല എണ്ണ തെളിഞ്ഞ് വരും. ഈ സമയം നമുക്കൊരു ചെറിയ പീസ് ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ഓപ്ഷനിലാണ്, ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മുടെ കറി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കറക്റ്റ് പാകമാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം.